ശാന്തി. പ്രഭാതമുരളി 5/1/22. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ജീവിതം ലഭിച്ചിരിക്കുന്നു. പഴയ ജീവിതം മാറിക്കഴിഞ്ഞു. കാരണം നിങ്ങൾ ഇപ്പോൾ ഈശ്വരീയ സന്താനമായിരിക്കുന്നു. നിങ്ങളുടെ പ്രീതി ഒരു ബാബയോടാണ്. ചോദ്യം: ദേവതമാർ ആകാൻ പോകുന്ന ബ്രാഹ്മണർ ആരാണോ അവരുടെ മുഖ്യ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: ബ്രഹ്മാവിൻ്റെ മുഖവംശാവലി ബ്രാഹ്മണരായ അവരേവരും ഒരു മതം ഉള്ളവരായിരിക്കും. അവരിൽ ഒരിക്കലും മതഭേദം ഉണ്ടാകില്ല. പരസ്പരം വിള്ളലുകൾ, അതായത് അകൽച്ച ഉണ്ടാവുകയില്ല. ലൗകികത്തിൽ ആരാണോ ബ്രാഹ്മണർ എന്ന് വിളിക്കപ്പെടുന്നത് അവരിൽ അനേകം മതങ്ങളുണ്ട്. ചിലർ സ്വയം പുഷ്കരിണി എന്ന് വിളിക്കപ്പെടുന്നു, ചിലർ സാരസ്വതം. ബ്രാഹ്മണരായ നിങ്ങൾ ഒരു ബാബയുടെ മതത്തിലൂടെ ദേവതയാകുന്നു. ദേവതമാരിലും ഒരിക്കലും വിള്ളലുകൾ ഉണ്ടാകുന്നില്ല. ഗീതം: ഏത് ദിവസം മുതൽ ഞാനും നീയും കണ്ടുമുട്ടിയോ? ഓം ശാന്തി. എപ്പോഴാണോ ജീവാത്മാക്കളും പരമാത്മാവും അഥവാ കുട്ടികളും പിതാവും കണ്ടുമുട്ടുന്നത്, അപ്പോൾ പുതിയ പ്രീതി ഉണ്ടാകുന്നു. കാരണം മറ്റു കൂട്ടുകെട്ടുമായുള്ള പ്രീതി മുറിയുന്നു. കന്യകയ്ക്ക് ആദ്യം പിതാവിൻ്റെ വീടിനോട് പ്രീതി ഉണ്ടാകുന്നു. വിവാഹ നിശ്ചയം നടക്കുമ്പോൾ പുതിയ പ്രീതി യോജിക്കുന്നു. കന്യകയെ സംബന്ധിച്ച് അമ്മായി അച്ഛൻ്റെ മുഴുവൻ വീടും പുതിയതായി തോന്നുന്നു. പുതിയ ലോകത്തിൻ്റെ പുതിയ പ്രീതി യോജിക്കുമ്പോൾ മുഴുവൻ പുതിയ പരിവാരത്തോടും പ്രീതി യോജിക്കുന്നു. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേറിട്ടിരുന്നു എന്ന് ഇപ്പോൾ മഹിമയുമുണ്ട്. ഈ സുന്ദരമായ മേള പുതിയതാണ്. ഈ വീട് പുതിയതാണ്. ഈ ബന്ധം പുതിയതാണ്. നിങ്ങൾക്കറിയാം, നമ്മളാണ് ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിമാർ. ഇപ്പോൾ ശൂദ്രകുമാരനും കുമാരിമാരുമല്ല. ബ്രഹ്മാവും ബ്രഹ്മകുമാർ കുമാരിമാരും തമ്മിൽ എത്ര സ്നേഹമാണുള്ളത്! കാരണം ഇത് ഈശ്വരീയ സന്താനമായി. ഈശ്വരൻ നിരാകാരമാണ്. ഈശ്വരനോട് സ്നേഹം സാകാരത്തിൽ വേണമല്ലോ. നിരാകാരനെ എങ്ങനെ സ്നേഹിക്കും? ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിടുമ്പോൾ സ്നേഹമുണ്ടായിരിക്കുന്നില്ല. ആത്മാവും പരമാത്മാവും എപ്പോഴാണോ സാകാരത്തിൽ കണ്ടുമുട്ടുന്നത് അപ്പോൾ സ്നേഹമുണ്ടാകുന്നു. നിരാകാര രൂപത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു: നീ മാതാവും പിതാവുമാണ്. നീ വരൂ, എങ്കിൽ നിന്റെ കൃപയിലൂടെ നമുക്ക് അളവറ്റ സുഖം ലഭിച്ചേനെ. പതിത പാവന വരൂ എന്ന് പാടുന്നുണ്ടല്ലോ. തീർച്ചയായും ഭാരതം മഹാനായിരുന്നു. അപ്പോൾ അളവറ്റ സുഖമുണ്ടായിരുന്നു. അതിൻ്റെ പേര് തന്നെ സുഖധാമം എന്നായിരുന്നു. ഇതാണ് ദുഃഖധാമം. എവിടെയാണോ ആത്മാക്കൾ വസിക്കുന്നത് അതാണ് ശാന്തിധാമം. അവിടെയാണെങ്കിൽ ആത്മാക്കൾ പവിത്രമായി തന്നെയാണ് ഇരിക്കുന്നത്. ഒരു അപവിത്ര ആത്മാവിനും ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ബാബയെ ലഭിച്ചു. അപ്പോൾ പുതിയ ജീവിതം ലഭിച്ചിരിക്കുന്നു. പഴയ ജീവിതം മാറി ഇപ്പോൾ പുതിയ ജീവിതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പിതാവിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. അളവറ്റ സുഖം ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്, സ്വർഗത്തിൽ. അളവറ്റ ശാന്തി ഉണ്ടായിരിക്കുന്നത് നിർവാണധാമത്തിലാണ്. അവിടെ എൻ്റെയും നിങ്ങളുടെയും വീടാണ്. അപ്പോൾ മനസ്സിലാക്കിക്കണം, നമ്മൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ബാബയും അവിടെ വസിക്കുന്നവനാണ്. ബാബയും നമ്മളെപ്പോലെ ജനന മരണ ചക്രത്തിൽ വരുന്നില്ല. അതും ആത്മാവ് തന്നെയാണ്. എന്നാൽ പരമമായ ആത്മാവ് പരംധാമത്തിൽ വസിക്കുന്നവനാണ്. ആത്മാക്കളായ നമ്മളും പരംധാമത്തിൽ വസിക്കുന്ന പരംപിത പരമാത്മാവിൻ്റെ കുട്ടികളായിരുന്നു. നമ്മളേവരുടെയും വീട് അതുതന്നെയാണ്. വീടും സർവർക്കും ഓർമ്മയുണ്ട്. ആരെങ്കിലും മരിക്കുമ്പോൾ ഇന്നയാൾ അകലെ നിർവാണത്തിലേക്ക് പോയി എന്ന് പറയുന്നു. അതാണ് വാണിക്ക് ഉപരിയായ സ്ഥാനം.
സൂര്യചന്ദ്രന്മാരുടെ നിഴൽ പോലും അവിടെയില്ല. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. ഇപ്പോൾ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ ബാബ വരുന്നത്, അപ്പോൾ പുതിയ കാര്യങ്ങൾ വീണ്ടും കേൾപ്പിക്കുന്നു. മനുഷ്യർ ഈ ഡ്രാമയെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ പറഞ്ഞേനെ, നമ്മൾ ഏത് ചുവട് വയ്ക്കുന്നു അത് സെക്കൻഡ് ബൈ സെക്കൻഡ് പുതിയതാണ്. പരിധിയില്ലാത്ത ഡ്രാമ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ വന്ന് പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. കുട്ടികളായ നിങ്ങളെ ത്രികാലദർശിയും ത്രിനേത്രിയും ആക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. അപ്പോൾ ത്രിലോകത്തിൻ്റെയും അധികാരിയാണല്ലോ. കാരണം 3 ലോകങ്ങളുടെയും നോളജ് നൽകുന്നു. നിങ്ങൾ ത്രിലോകത്തിൻ്റെ അധികാരിയാകുന്നില്ല. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായ മഹാരാജാവും മഹാറാണിയുമാകുന്നു. ത്രിലോകി എന്നാൽ 3 ലോകങ്ങളെയും അറിയുന്നു എന്നർത്ഥം. സ്വർഗമാകുന്ന ഒരു ലോകത്തിൻ്റെ അധികാരിയാണ് ആകുന്നത്. അപ്പോൾ ഇത് പുതിയ പുതിയ കാര്യങ്ങളാണ്. ബാബയുടെ കുട്ടികളാകുന്നത് തന്നെ സമ്പത്ത് നേടുന്നതിനാണ്. ആർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ചോദിക്കൂ, ഭഗവാനുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? ഭഗവാൻ സ്വർഗത്തിൻ്റെ രചയിതാവാണ്, മാതാവും പിതാവുമാണ്. ഭഗവാനെ ഒരിക്കലും നരകത്തിൻ്റെ അഥവാ ദുഃഖധാമത്തിൻ്റെ രചയിതാവ് എന്ന് പറയില്ല. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സ്വർഗം സ്ഥാപിക്കുന്നു. തീർച്ചയായും പുതിയ ലോകമായ സ്വർഗം തന്നെ രചിക്കും. പരമാത്മാവ് ബ്രഹ്മാവിലൂടെ ആദ്യം ബ്രാഹ്മണധർമ്മം രചിക്കുന്നു. അവരെ രാജയോഗം പഠിപ്പിക്കുന്നു. അവർ പിന്നെ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകുന്നു. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണനും പിന്നെ വിഷ്ണുവിലൂടെ ദൈവിക ധർമ്മവും ഉണ്ടാകും. ഈ സമയം നിങ്ങൾ ബ്രാഹ്മണനായി പിന്നെ ക്ഷത്രിയനുമാകുന്നു. വിഷ്ണുവിൻ്റെ ധർമ്മത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈശ്വരീയ ധർമ്മത്തിൽ അഥവാ ബ്രാഹ്മണ ധർമ്മത്തിൽ വന്നിരിക്കുന്നു. പിന്നെ ഭാവിയിൽ ദേവതാ ധർമ്മത്തിലേക്ക് പോകും. ബ്രാഹ്മണ ധർമ്മവും വേണമല്ലോ. പ്രജാപിത ബ്രഹ്മാവിലൂടെ മുഖവംശാവലി ബ്രാഹ്മണരെ രചിച്ചു. അവർ കുട്ടികളാണ്. സന്യാസിമാരും മുഖത്തിലൂടെ രചിക്കുന്നു. എന്നാൽ അവർ കുട്ടികളെ അല്ല രചിക്കുന്നത്, അവർ ഫോളോവേഴ്സിനെ രചിക്കുന്നു. അതിനെ വംശം എന്ന് പറയുന്നില്ല. നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സാണ് എന്ന് വായിലൂടെ പറയുന്നു. വംശത്തിനാണെങ്കിൽ സമ്പത്ത് ലഭിക്കണം. ഇത് കുട്ടികളായ നിങ്ങൾ അറിയുന്നു. ദിനം പ്രതിദിനം ബ്രഹ്മമുഖ വംശാവലിയുടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. കേസ് വളരെ പേർ ആയിക്കൊണ്ടിരിക്കും. എത്ര ദേവതമാർ ഉണ്ടാകണമോ അത്രയും പേർ തീർച്ചയായും ബ്രാഹ്മണനാകും. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ മനുഷ്യരെ ബ്രാഹ്മൺ സോ ദേവത ആക്കുന്നു. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിൻ്റെ അധികാരിയായിരിക്കും. ആ ഒന്നിനെ കുറിച്ച് തന്നെയാണ് പാടപ്പെടുന്നത്. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി. അപ്പോൾ ഈ ബാബ വന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പുതിയ ലോകത്തിലേക്ക് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങളായത് കാരണം ശാസ്ത്രങ്ങളിൽ എവിടെയും ഈ കാര്യങ്ങളില്ല. അതിനാൽ മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. ഇത് നിങ്ങളുടെ ഈശ്വരീയ സമ്പ്രദായമാണ്. എന്നാൽ ആരാണോ ഈശ്വരീയ സന്താനം ആയ ശേഷം ഈശ്വരനുമായുള്ള ബന്ധം വേർപിരിയുന്നത്, അവർ പിന്നെ ആസുരീയ സമ്പ്രദായമായി മാറുന്നു. ഒരു തവണ മമ്മ ബാബ എന്ന് പറഞ്ഞുവെങ്കിൽ, ജ്ഞാനം കേട്ടുവെങ്കിൽ അവർക്ക് സമ്പത്ത് തീർച്ചയായും ലഭിക്കും. മമ്മ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിതാശ്രീ മാതേശ്വരി എന്ന് എഴുതുന്നുമുണ്ട്. പ്രജാപിത ബ്രഹ്മാവ് പ്രസിദ്ധമാണല്ലോ. ശിവബാബയും പ്രസിദ്ധമാണ്. ആത്മാവ് പറയുന്നു ഗോഡ് ഫാദർ. ബാബ പറയുന്നു ഞാൻ ആദ്യം പ്രജാപിത ബ്രഹ്മാവിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ഈ ബ്രഹ്മാവിൻ്റെ അഡോപ്ഷനാണ് എല്ലാ ബ്രാഹ്മണരും. അപ്പോൾ പുതിയ രചനയായല്ലോ. തീർച്ചയായും വളരെ പേരുണ്ടാകും. ഇത്രയും പേരെല്ലാം വിഷത്തിലൂടെ ജനിക്കുക സാധ്യമല്ല. പ്രജാപിത ബ്രഹ്മാവെന്നും ജഗദംബ എന്നും പാടപ്പെടുകയും ചെയ്യുന്നു. ബ്രഹ്മാവും ഒന്ന്, വിഷ്ണുവും ഒന്ന്, ലക്ഷ്മി നാരായണനും ഒന്ന്,
ജഗദംബയും ഒന്നാണ്. ഇതേ ഫീച്ചേഴ്സ് ഉള്ളവരെ പിന്നീട് ഒരിക്കലും കാണില്ല. ഓരോ മനുഷ്യനും വീണ്ടും അടുത്ത കൽപ്പത്തിൽ തന്നെയാണ് അതേ ഫീച്ചേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരേ ആളെ തന്നെ വളരെയധികം ഫീച്ചേഴ്സിൽ ഉണ്ടാക്കുന്നു. ഇവിടെ വളരെ പേർക്ക് രാധാകൃഷ്ണൻ എന്ന പേരുണ്ട്. എന്നാൽ മനസ്സിലാക്കുന്നില്ല, രാധാകൃഷ്ണൻ എന്നത് സ്വർഗത്തിലെ ഫസ്റ്റ് പ്രിൻസിൻ്റെയും പ്രിൻസസിൻ്റെയും പേരാണ്. നമ്മളാണെങ്കിൽ പതീതമാണ്. നമുക്ക് എങ്ങനെ ഈ നാമം വയ്ക്കാൻ സാധിക്കും? ശിവബാബ ഈ പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പുതിയ ലോകത്തിലേക്ക് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങളാണ് ഇത്. പുതിയ ജ്ഞാനമാണ്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് കഴിഞ്ഞ കൽപ്പത്തിലും പുതിയ കാര്യങ്ങൾ കേൾപ്പിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദേവീ ദേവതയായി മാറുമ്പോൾ പിന്നെ ഈ ജ്ഞാനം സമാപ്തമാകും. ഇത്രയും ഉയർന്ന പഠനമാണ്. ഇതും പാടപ്പെട്ടിട്ടുണ്ട്. ആശ്ചര്യത്തോടെ തൻ്റെ പിതാവിൻ്റേതാകുന്നു, കേൾക്കുന്നു, മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു, പിന്നെ അഹോമായ ഓടിപ്പോകുന്നവരാകുന്നു. പിന്നെ BKസിൻ്റെ അടുക്കിലേക്ക് പോകൂ എന്ന് ആരോടെങ്കിലും പറയാൻ പോലും സാധിക്കില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. നത്തിങ് ന്യൂ. വളരെ പേർ വരുന്നു, പോയിക്കൊണ്ടുമിരിക്കുന്നു. ഭട്ടിയിൽ ഇരുന്നവരും മായയോട് തോറ്റ് ഓടിപ്പോയവരായി. സ്വർഗത്തിൽ വരും. എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്തോ അങ്ങനെയുള്ള പദവി നേടും. തൻ്റെ കാര്യത്തിലോ അഥവാ തൻ്റെ സംബന്ധികളുടെയോ മറ്റോ കാര്യത്തിലോ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. ഈ അവസ്ഥയിൽ എന്ത് പദവിയായിരിക്കും ഉണ്ടാവുക എന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഡൽഹിയിൽ എല്ലാ ധർമ്മങ്ങളുടെയും കോൺഫറൻസ് നടക്കുന്നു. സൃഷ്ടിയിൽ ശാന്തി എങ്ങനെ സ്ഥാപിതമാകും, അല്ലെങ്കിൽ പരസ്പരം ഒത്തുചേർന്ന് എങ്ങനെ ഒന്നാകും എന്ന കോൺഫറൻസ് നടത്തുന്നു. ഒന്നാവുക സാധ്യമല്ല. റിലീജിയസ് ഹെഡിൻ്റെ കോൺഫറൻസ് ആണ്. എന്നാൽ അവർക്കറിയില്ല എങ്ങനെയാണ് ധർമ്മങ്ങൾ നമ്പർ വൈസാണ് എന്നത്. ആദ്യ നമ്പറിലെ ധർമ്മം ഏതാണ്? റിലീജിയസ് ഹെഡ്സ്. എന്നാൽ ആരെല്ലാമാണോ ധർമ്മം സ്ഥാപിച്ചത് ആ ഹെഡ്സ് വരണം. ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസ് നടക്കുമ്പോൾ അതിൽ കളക്ടറിനോ ജഡ്ജിക്കോ ഒന്നും വരാൻ സാധിക്കില്ല. ഗവർണർമാർ തമ്മിലുള്ള കോൺഫറൻസ് ഉണ്ടാകുമ്പോൾ ഗവർണർമാർ തന്നെയായിരിക്കും വരിക. പിന്നെ ഗവർണർ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ മറ്റോ കൂടെ കൊണ്ടുവന്നേക്കാം. ചിന്തിക്കണം, ഈ എല്ലാ ധർമ്മങ്ങളും നമ്പർ വൈസായി എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത്? ഏറ്റവും വലിയ ധർമ്മം ഏതാണ്? ആദി സനാതനം എന്നത് ദേവീ ദേവതാ ധർമ്മം തന്നെയായിരുന്നു. ആ ധർമ്മത്തിൻ്റെ ഹെഡ് എവിടെ? ആ ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? കൃഷ്ണൻ ഇപ്പോഴില്ല. അല്ലെങ്കിൽ പിന്നെ കൃഷ്ണനെ അംഗീകരിക്കുന്നവർ വേണം. അവരാണ് വല്ലഭാചാരി. അപ്പോൾ തീർച്ചയായും നമ്മുടെ ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. അതിനെ പിന്നെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. എന്നാൽ ഹിന്ദു ധർമ്മം എന്നൊന്നില്ല. ദേവതാധർമ്മത്തിലെ ആരും തന്നെ ഇപ്പോഴില്ല. ധർമ്മങ്ങളുടെ ഹെഡ്സ് വരേണ്ടതാണ്. കൂടെ സെക്രട്ടറിയോ മറ്റോ കൊണ്ടുവന്നോട്ടെ. മുഖ്യധർമ്മങ്ങൾ 4 അവരുടെ ഹെഡ്സ് വേണം. ദേവീ ദേവതയുടെ ഹെഡ് ആരാണ്? ഗോഡസ് ഓഫ് നോളജ് സരസ്വതി, പ്രജാപിത ബ്രഹ്മ എന്ന് പാടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവർ വലിയവരായിരിക്കും. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണധർമ്മം ഉണ്ടായി എന്നവരും മനസ്സിലാക്കും. എന്നാൽ ഈ ബ്രാഹ്മണരെ എങ്ങനെയാണ് പഠിപ്പിച്ച് ദേവതയാക്കുന്നത് എന്നത് അറിയുന്നില്ല. ആ ബ്രാഹ്മണരും പറയുന്നുണ്ട്, നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. എന്നാൽ എങ്ങനെയാണ് ജനിച്ചത് ഇതറിയുന്നില്ല. പിന്നെ ബ്രാഹ്മണരിലും ചിലർ പുഷ്കരണി, ചിലർ സാരസ്വതം, ചിലർ മറ്റേതെങ്കിലുമാണ്. ഇവിടെയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ കുട്ടികളായ ബ്രാഹ്മണർ തന്നെയാണുള്ളത്. മറ്റൊരു വിള്ളലുകളും ഇവരിൽ ഉണ്ടാകുന്നില്ല. മറ്റു ബ്രാഹ്മണരുകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു, ഇവരിൽ ഇല്ല. ദേവതമാരിലും അകൽച്ച ഉണ്ടാകുന്നില്ല.
സൂര്യവംശികൾ എല്ലാം സൂര്യവംശികൾ തന്നെ. മതഭേദത്തിൻ്റെ കാര്യമില്ല. വിള്ളലിൽ എത്ര നഷ്ടമുണ്ടാകുന്നു. ബാബയിൽ നിന്നും നിങ്ങൾ ഈ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നല്ലോ. ഗീതമൊന്നും പാടുന്നില്ല, പുതിയ പ്രകാരത്തിലുള്ള നോളജ് നൽകുന്നു. മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും നോളജ് നൽകുന്നു. അത് ധാരണ ചെയ്യേണ്ടതുണ്ട്. അച്ഛനും ടീച്ചറും ഗുരുവുമായ ഈ ഒന്നുമായി ബന്ധം വേർപെടുത്തി പഠനം ഉപേക്ഷിക്കാൻ പാടില്ല. പഠനം ഉപേക്ഷിച്ചുവെങ്കിൽ ബാബയെ ഉപേക്ഷിച്ചു എന്നർത്ഥം. സ്റ്റുഡൻറ് അല്ലെങ്കിൽ കുട്ടിയും അല്ല. ബാബയെ ഉപേക്ഷിച്ചു എന്നാൽ സമ്പത്തിനെ പാഴാക്കി എന്നാണ് അർത്ഥം. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ബാബ പറയുന്നു, ഇപ്പോൾ വിധി നിർണയത്തിൻ്റെ സമയമാണ്. സർവർക്കും കണക്കുകൾ സമാപ്തമാക്കി തിരികെ പോകേണ്ടതുണ്ട്. സ്വർണം അഗ്നിയിലിടുമ്പോൾ പ്യുവറാകുന്നു. ഇപ്പോൾ മുഴുവൻ ലോകത്തിനും തീ പിടിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ അഗ്നിയിൽ പാവനമാകാൻ സാധിക്കില്ല. ഇതിൽ യോഗബലത്തിൻ്റെ കാര്യമാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ ശിക്ഷകൾ അനുഭവിച്ച് ശരീരം ഉപേക്ഷിക്കും. കണക്കുകൾ സമാപ്തമാകും. പാപത്തിൻ്റെ കണക്കുകൾ സമാപ്തമാക്കി പിന്നെ പാവനമായി തിരികെ പോകേണ്ടതുണ്ട്. തിരികെ പോകാനുള്ള സമയവും ഇതാണ്. മഹാഭാരതത്തിൻ്റെ യുദ്ധവുമുണ്ട്. ഹോളിയും ആഘോഷിക്കുന്നു. രാവണരാജ്യം ഇല്ലാതാകേണ്ടതുണ്ട്. പിന്നെ രാമരാജ്യത്തിൽ വളരെ കുറച്ചുപേരാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രാവണരാജ്യത്തിൽ വളരെ പേരുണ്ട്. ഈ എല്ലാ ആത്മാക്കളും എവിടെ പോകും? തീർച്ചയായും ലിബറേറ്ററും വേണം. ബാബ പറയുന്നു, ഞാൻ സർവരെയും കൊണ്ടുപോകും. സർവരുടെയും ജ്യോതി ജ്വലിപ്പിച്ച് കൊണ്ടുപോകും. വീണ്ടും അവർക്ക് തങ്ങളുടേതായ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ദേവീ ദേവതാ ധർമ്മത്തിൽ വരും. മുക്തിധാമത്തിൽ പോയ ശേഷം പിന്നെ തിരികെ വരും. 84 ജന്മങ്ങൾ എടുക്കും. സൂര്യവംശിയും ചന്ദ്രവംശിയുമാകും. മുഴുവൻ ചക്രവും ബുദ്ധിയിൽ വന്നു കഴിഞ്ഞു. ആത്മാവിന് പറയാൻ സാധിക്കും, വരൂ, എങ്കിൽ നമ്മൾ താങ്കൾക്ക് ശിവ് ബാബയുടെ ഓക്കുപേഷൻ പറഞ്ഞു തരാം. കുട്ടികൾക്കല്ലാതെ ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. അവർ പറയും, പരമാത്മാവ് നിരാകാരമാണ്. ആ ഒന്നിൻ്റെ എന്ത് ഓക്കുപേഷൻ പറയുവാനാണ്? ആ ഒന്ന് പതീത പാവനാണ്. അപ്പോൾ തീർച്ചയായും പാവനമാക്കാൻ ആ ഒന്നിന് വരേണ്ടതുണ്ടല്ലോ. എങ്ങനെയാണ് രാജയോഗം പഠിപ്പിക്കുന്നത്? ബ്രഹ്മാവിലൂടെ എങ്ങനെയാണ് ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നത്? അത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ ബാബ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കുന്നു. കുട്ടികളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് പഠിച്ചുവോ അവർ പഠിക്കുന്നു. പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓടിപ്പോകുന്നവരാകുന്നു. പുതിയ കാര്യമല്ല. എങ്കിലും ബാബയ്ക്ക് എപ്പോഴും കുട്ടികളോട് സ്നേഹമുണ്ട്. പാവങ്ങൾ പിന്നെയും വന്ന് ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കട്ടെ. എന്നാൽ ഭാഗ്യത്തിലില്ലെങ്കിൽ എന്തു ചെയ്യാൻ സാധിക്കും? ബാബയ്ക്ക് സ്നേഹമുണ്ടല്ലോ. കാരണം ഭക്തിമാർഗത്തിലും ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു. ആരെല്ലാം ദേവീ ദേവതാ ധർമ്മത്തിലേതായിരിക്കുമോ അവർ തീർച്ചയായും ഓർമ്മിക്കുന്നുണ്ടാകും. പകുതി കൽപ്പം നല്ലവണ്ണം ഓർമ്മിക്കുന്നു. ആത്മാവ് സുഖം നേടിയിട്ടുണ്ട്. അപ്പോൾ ദുഃഖത്തിൽ ബാബയെ ഓർമ്മിക്കും. അവർ കൂടുതൽ ഭക്തി ചെയ്ത് പൂജാരിയിൽ നിന്നും വീണ്ടും പൂജ്യരാകുന്നു. ആരാണോ ദേവീ ദേവത ആയിരുന്നത് അവരുടെ തന്നെയാണ് തൈ നട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഫറൻസും മറ്റും എവിടെയെങ്കിലും നടക്കുമ്പോൾ അതിൽ മുഖ്യ ധർമ്മങ്ങളിലുള്ളവരെ വിളിക്കേണ്ടി വരും. BKസിനെ വിളിക്കുകയാണെങ്കിൽ അവർ പൂർണ്ണമായും നിർദ്ദേശങ്ങൾ നൽകും. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളായ ബ്രഹ്മകുമാർ കുമാരിമാർക്ക് തന്നെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പൂർണ്ണ നിർദ്ദേശം നൽകാൻ സാധിക്കുന്നത്. നിങ്ങൾ പീസ് ആഗ്രഹിക്കുന്നു. എന്നാൽ പീസ് നിർവാണധാമത്തിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ ദുഃഖധാമമാണ്. അനേകം ധർമ്മങ്ങളുണ്ട്. ഒരു ധർമ്മമായിരുന്നു അപ്പോൾ സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിനാശം തീർച്ചയായും നടക്കും. ഇതിൽ സന്തോഷിക്കേണ്ടതാണ്. സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെയെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കിക്കേണ്ടി വരും. മനസ്സിലായോ? ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാപിതാ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരിക്കലും ബാബയെയും പഠനത്തെയും ഉപേക്ഷിച്ച് സമ്പത്ത് പാഴാക്കി കളയരുത്. ഏകമതമായി ഇരിക്കണം. ശിക്ഷകളിൽ നിന്നും ഒഴിവാകുന്നതിനായി യോഗബലത്തിലൂടെ പഴയ എല്ലാ കണക്കുകളും സമാപ്തമാക്കണം. വരദാനം: ട്രസ്റ്റിയാണ് എന്ന സ്മൃതിയിലൂടെ നിമിത്തമായി മനസ്സിലാക്കി ഓരോ കാര്യവും ചെയ്യുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. നിമിത്തമാണ് എന്ന ഭാവം ഭാരത്തെ സഹജമായി ഇല്ലാതാക്കുന്നു. എൻ്റെ ഉത്തരവാദിത്വമാണ്, എനിക്ക് തന്നെയാണ് സംരക്ഷിക്കേണ്ടത്, എനിക്ക് തന്നെയാണ് ചിന്തിക്കേണ്ടത് എന്നാണെങ്കിൽ ഭാരം ഉണ്ടാകുന്നു. ഉത്തരവാദിത്വം ബാബയുടേതാണ്. ബാബ ട്രസ്റ്റി ആക്കിയിരിക്കുന്നു, അതായത് നിമിത്തം ആക്കിയിരിക്കുന്നു. ഈ സ്മൃതിയിലൂടെ ഡബിൾ ലൈറ്റ് ആയി പറക്കുന്ന കലയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. എവിടെ എൻ്റേതുണ്ടോ അവിടെ ഭാരമുണ്ട്. അതിനാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭാരം അനുഭവപ്പെടുന്നു എങ്കിൽ ചെക്ക് ചെയ്യൂ. എവിടെയെങ്കിലും അറിയാതെ പോലും നിൻ്റേത് എന്നതിനു പകരം എൻ്റേത് എന്ന് പറയുന്നില്ലല്ലോ. സ്ലോഗൻ: ഓരോ വാക്കിലും ആത്മീയ ഭാവവും ശുഭഭാവനയും ഉണ്ടായിരിക്കട്ടെ. എങ്കിൽ ഒരു വാക്കും വ്യർത്ഥമായി പോകില്ല. ലവ്ലീൻ സ്ഥിതി അനുഭവിക്കുന്നതിൻ്റെ പോയിന്റ്: ആരെങ്കിലും സാഗരത്തിൽ ഉൾക്കൊള്ളപ്പെടുകയാണെങ്കിൽ ആ സമയം സാഗരമല്ലാതെ മറ്റൊന്നും കാണപ്പെടില്ല. അതേപോലെ കുട്ടികളായ താങ്കൾ സർവഗുണങ്ങളുടെയും സാഗരത്തിൽ ലയിച്ചു ചേരൂ. ബാബയിൽ അല്ല ലയിക്കേണ്ടത്, എന്നാൽ ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചു ചേരണം. ഓം ശാന്തി. വ്യക്തഭാവത്തിൻ്റെ സ്മൃതികൾക്ക് വിരാമമിട്ട് ഞാൻ ആത്മാവ് ബിന്ദുരൂപമാണ് എന്ന സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്നു. മസ്തകമധ്യത്തിലെ ജ്യോതി ബിന്ദു സ്വരൂപത്തെ ബുദ്ധിരൂപി നേത്രത്തിലൂടെ ദർശിച്ച് ബിന്ദു രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബിന്ദു രൂപ ആത്മാവായ ഞാൻ ബിന്ദു രൂപമായ പരമാത്മാവിൽ ബുദ്ധിയോഗം യോജിപ്പിച്ച് യോഗയുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ വ്യർത്ഥ വികൽപരഹിതമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടി ചക്രത്തിൻ്റെ ആദിയിൽ ഞാൻ ഒരു ബിന്ദുവായി വന്നു. സൃഷ്ടിയുടെ അന്തിമത്തിലും ബിന്ദുവായ ബാബയോടൊപ്പം പോകേണ്ടതുണ്ട്. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്ഥൂല ദേഹം ഉണ്ടായിരിക്കുമ്പോഴും ആകാരി രൂപത്തിൽ ഭാരരഹിതമായി സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു.
ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ ഞാൻ ബിന്ദുരൂപനായ ബാബയുടെ ഛത്രഛായയ്ക്കുള്ളിൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനേകം വിസ്താരങ്ങളെ കണ്ടും കാണാതിരിക്കാൻ, കേട്ടും കേൾക്കാതിരിക്കാനുള്ള വിശേഷ കഴിവ് എന്നിൽ ഉണ്ടാകുന്നു. ദുഃഖ അശാന്തിയുടെ അന്തരീക്ഷത്തിലും അവയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തമായ നിർലേപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. ഈ ശക്തിശാലി ബിന്ദു രൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ബിന്ദുവിനെ കാണുവാൻ എനിക്ക് സഹജമായി കഴിയുന്നു. ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ഭാവനയും വാക്കുകളും കർമ്മവും മഹത്തരവും ശ്രേഷ്ഠവുമാകുന്നു. എന്നിൽ നിന്നും സ്വാഭാവികമായി ശാന്തിയുടെയും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശക്തിയുടെയും ആത്മീയ കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു.